നമസ്കാരം. മറ്റൊരു ശിവ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില പ്രധാന കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഭഗവാനെ ഒരു നിമിഷം വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതുമാണ്. വളരെയധികം കാത്തിരിപ്പുകൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ആ കാത്തിരിപ്പിന്റെ ഒടുവിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി, പ്രപഞ്ചം നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഉറക്കത്തിലായിരുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഉണർത്തുവാനുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്നും അന്ധകാരത്തിലേക്ക് നയിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരുന്നതായ ഒരു സാഹചര്യമാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് പല ഇരുണ്ട സത്യങ്ങളുമായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ പല വ്യക്തികളുടെയും യഥാർത്ഥമായ സ്വഭാവം, അവരുടെ ഇരുണ്ട വശം നിങ്ങൾ മനസ്സിലാക്കിയതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം അത്തരം ചില കാര്യങ്ങൾ തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് കാട്ടിത്തരുന്നത് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട ചില അറിവുകൾ തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകാനായി പോകുന്നത്. ഈ സമയം നിങ്ങളുടെ ആത്മാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഭഗവാൻ ഇവിടെ പരാമർശിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും നന്മയെ ചൂഷണം ചെയ്യുന്ന, അതായത് നിങ്ങളുടെ നന്മയെ പലരും ചൂഷണം ചെയ്യുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരുവാൻ പലപ്പോഴും സാധിച്ചിരുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. പുറത്തേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട് എങ്കിലും അവർ നിങ്ങളെ അന്ധകാരത്തിൽ നിർത്തിയിരുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് മുൻപിൽ അത്തരം ചില സത്യങ്ങൾ തന്നെയാണ് കടന്നു വരാനായി പോകുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ ഒളിച്ചു വയ്ക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ച സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ അത്തരം മൂടിവയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളതായ ചില സത്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൺമുൻപിൽ വന്ന് ചേരുന്നത്. ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ തീർച്ചയായും ദൈവാംശമായ ആത്മാവിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധിക്കണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതം എത്ര പവിത്രമാണ് എന്നും അത് എപ്രകാരം നിങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകണം എന്നും ഈ അധ്യായം നിങ്ങൾക്ക് മനസ്സിലാക്കും, അല്ലെങ്കിൽ ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ തീർച്ചയായും പല കാര്യങ്ങളിലും വിശ്വസിച്ചു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഏവരും നിങ്ങളെ പോലെയല്ല എന്നുള്ളതാണ്. ദൈവികമായിരിക്കണമെന്നില്ല എന്നില്ല എല്ലാ ബന്ധങ്ങളും. അത് പലപ്പോഴും മനസ്സിലാക്കുവാൻ പലരും വൈകും. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നതായ അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ബന്ധം, അത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാരമായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. പല കാര്യങ്ങളും പല വ്യക്തികളും നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അത് പിന്നീടായിരിക്കും ആ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടാവുക എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ നിഷ്കളങ്കതയെ നിങ്ങളെ അവർ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങളെ
ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവർ വളരെ മോശമായി തന്നെ അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച സാഹചര്യമുണ്ട്. അഹങ്കാരം അവർക്ക് വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയാം. അന്ധകാരം കൊണ്ട് അവർ അന്ധരായി തീർന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർ പല വിധത്തിലും നിങ്ങളുടെ രഹസ്യ നീക്കങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ മനസ്സിലാക്കി എന്നത് വാസ്തവമാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ തന്നെ ആകണം എന്നില്ല, മറ്റു ചില വ്യക്തികളും ആകുവാനുള്ള സാധ്യതകളുണ്ട്. അതായത് ചില വ്യക്തികൾ അപ്രകാരം നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് കാട്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നിങ്ങൾ ആ സത്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും നിങ്ങൾക്ക് പല വിധത്തിലും ദൈവാംശമായ ആത്മാവ് ഭഗവാന്റെ പല വിധത്തിലുമുള്ള മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് നൽകിയിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അത് അപ്പോൾ പല കാര്യങ്ങളും അവഗണിച്ചു എങ്കിലും ഇപ്പോൾ അതെല്ലാം സത്യമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഭയവും നെഞ്ചിടിപ്പും അസ്വസ്ഥതയും തോന്നുന്നതായ സാഹചര്യമുണ്ട്. എന്തോ ഒരു അപകടം നിങ്ങൾക്ക് പതിയിരിക്കുന്നുണ്ട് എന്നൊരു ചിന്ത പലപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് വെറുതെ തോന്നിയതല്ലായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാൻ തന്നെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന പല വിപത്തുകളിൽ നിന്നും വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഭഗവാൻ തന്നെ മുന്നിട്ട് നിന്നിരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഭഗവാൻ നേരിട്ട് നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിട്ടുള്ളതായ പല മുന്നറിയിപ്പുകളും അത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല എന്നതും വാസ്തവമാണ്. ആ സമയം ആ വ്യക്തികൾ നിങ്ങളെ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ കപടമായ സ്നേഹം കൊണ്ടോ അത്തരം കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ അന്ധമാക്കിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അവരുടെ പക്ഷത്തായിരുന്ന സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളിലും അന്ധരായി തീർന്നിരുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതെ നിങ്ങൾ വിഷമിച്ചിരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിയിരുന്നില്ല എന്നതാണ്. ആ സമയത്ത് അതേക്കുറിച്ച് പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടില്ല. ഈ വ്യക്തി ഒരു പക്ഷേ നിങ്ങളുമായി അകന്ന ബന്ധം അല്ലെങ്കിൽ അകന്ന സൗഹൃദം പുലർത്തിയ വ്യക്തികൾ പോലുമാകാം. എന്നാൽ അവരെ തിരിച്ചറിയണം എന്നത് വാസ്തവമായ കാര്യമാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അവരുടെ യഥാർത്ഥമായ സ്വഭാവം തന്നെയാണ് നിങ്ങളിലേക്ക് കടന്ന് വരുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അവർ കാണിച്ചിട്ടുള്ളതായ കാപട്യം അത് നിങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ മയക്കുവാൻ വേണ്ടി അവർ പല രീതിയിലും ശ്രമങ്ങൾ നടത്തി എന്നത് വാസ്തവമാണ്. എന്നാൽ അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ഒളിപ്പിച്ച് വച്ചിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അവരുടെ യഥാർത്ഥ മുഖം അവർ ഒളിപ്പിച്ചു വച്ച സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അവർ വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് അടുത്ത് നിൽക്കുന്നു, ചേർന്ന് നിൽക്കുന്നു എന്ന രീതിയിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ ഉണ്ടായി എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, അവർ ചെയ്തുകൊണ്ടിരുന്നതായ കാര്യങ്ങൾ അത് പല കാര്യങ്ങളും നിങ്ങളുടെ മാനസിക തകർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയായിരുന്നു എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും അവർ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പല കാര്യങ്ങളിലും വിഷം കലർത്തിയതായ സാഹചര്യമുണ്ട്. അതിപ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുന്ന സാഹചര്യമുണ്ട്.
മറ്റുള്ളവരുടെ മുൻപിൽ ഇവർ നിങ്ങളെ വളരെയധികം ഇകഴ്ത്തുന്ന സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം അവർ സൃഷ്ടിച്ചെടുത്തതായി കാണുവാനായി സാധിക്കുന്നു. പലപ്പോഴും അവർ പല കാര്യങ്ങളിലും നിങ്ങളുടെ വികാരങ്ങൾ അവർ മറന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അവർ നൽകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതായ സ്നേഹം അത് വെറും മിഥ്യയായിരുന്നു, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളിലേക്ക് അവർ നൽകിയിരിക്കുന്നതായ ആ അന്ധകാരത്തെ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. ഇത് ഒരു വാക്ക് മാത്രമല്ല, അല്ലെങ്കിൽ കേവലം ഒരു വാക്ക് മാത്രമായി കണക്കാക്കുവാൻ സാധിക്കുന്നതല്ല. ഇത് ഭഗവാന്റെ ഇടപെടൽ തന്നെയാണ്. ആവശ്യമായ സമയത്ത്, കൃത്യമായ സമയത്ത് ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി ഇടപെടുന്നു എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് അദൃശ്യമായ ഊർജം ജീവിതത്തിലേക്ക് കടന്ന് വരികയാണ്. ഈ സമയം നിങ്ങൾക്ക് മുൻപിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അവരാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പല മായ കാഴ്ചകളും ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഭഗവാൻ നിങ്ങൾക്ക് മോചനം നൽകുകയോ അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയോ ചെയ്തിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് കാണുന്നു. അവർ നിങ്ങളെ പല കാര്യങ്ങൾ കൊണ്ടും തടവിലാക്കിയതായ സാഹചര്യം ഉണ്ടായിരുന്നു. പല നുണകളും വഞ്ചനകളും അവർ കൃത്യമായി പ്രയോഗിച്ചതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അവർ ചിന്തിച്ചിരുന്നതായ കാര്യം ഇതുകൊണ്ടെല്ലാം നിങ്ങളെ തകർക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. അത്തരം ചില കാര്യങ്ങൾ അവർ ചിന്തിച്ചിരുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. അവർക്ക് എന്നാൽ നിങ്ങളെ അവരുടെ അധീനതയിൽ എപ്പോഴും നിലനിർത്തുവാൻ സാധിക്കില്ല എന്ന സന്ദേശം അവരിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അത് മനസ്സിലാക്കി നിങ്ങൾ തന്നെ ഒഴിഞ്ഞതായ സാഹചര്യങ്ങളുണ്ട് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിലുള്ള സത്യസന്ധമായ സത്യം നിറഞ്ഞു നിൽക്കുന്നതായ കർമ്മങ്ങൾ അത് തടയുവാൻ അവർക്ക് സാധിക്കില്ല. നിങ്ങളുടെ കർമ്മങ്ങൾ അത് കൃത്യതയോടെ അവർക്ക് തകർക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. തീർച്ചയായും തിരുത്തുവാൻ സാധിക്കാത്ത ഒരു തെറ്റും ജീവിതത്തിലില്ല എന്നത് വാസ്തവമാണ്. അത്തരത്തിൽ ചില തെറ്റുകൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് മുൻപിൽ പല സത്യങ്ങളും ചുരുളഴിയുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. പല സത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയതായ സാഹചര്യം ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതായിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം വലിയ വീഴ്ചകൾ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന കൃത്യമായ ധാരണ ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ സമയം കൃത്യമായി തന്നെ ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സാഹചര്യമുണ്ട്. ഈ സമയം പുതിയ വെളിച്ചത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ നയിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പല കാര്യങ്ങളിലേക്കും നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചില സത്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചില വെളിപ്പെടുത്തലുകളും നിങ്ങളെ തകർക്കുവാൻ സാധിക്കില്ല എന്നും, ഈ സമയം നിങ്ങൾ കൂടുതൽ കരുത്തുള്ളവരായി തീരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അവർ നേടി എന്ന് വിചാരിക്കുന്ന വിജയം അത് വെറും മിഥ്യാബോധമാണ് എന്ന ബോധ്യം അവരിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അവരുടെ ഒരു വ്യാമോഹമായി തന്നെ മാറുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കുവാനുള്ള ഈ വ്യക്തികൾക്കൊപ്പം
പല സമയങ്ങളിലും നിലകൊണ്ടു. അത്തരം ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ വൈകിപ്പോയി എന്നുള്ളതാണ്. എന്നാൽ ഈ സമയം കൃത്യമായ സമയം തന്നെയായിരുന്നു. പല സത്യങ്ങളും നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ മേൽ പലവിധ അധികാരങ്ങൾ സൃഷ്ടിച്ചതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളെ തോൽപ്പിച്ചു എന്നൊരു ചിന്ത അല്ലെങ്കിൽ അഹങ്കാരം അവർക്കുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഇത്തരത്തിൽ അഹങ്കാരം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ നാശം ആരംഭിക്കും എന്നത് വാസ്തവമാണ്. അത്തരത്തിൽ അവർക്ക് അധികകാലം നിലനിൽക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അത് അവർക്കും അവരുടെ തകർച്ച തുടങ്ങി എന്നൊരു ചിന്ത അവർക്കുണ്ട്. പല മിഥ്യാധാരണകളും അവർക്കുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അത് തകർന്നടിയുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളിൽ ഊർജം കൃത്യമായി തീർച്ചയായും നിങ്ങൾക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും അസന്തുലിതമായിരുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഒരു നിബന്ധനകൾ അവർ വച്ചിരുന്നു എന്നത് വാസ്തവമാണ്. പലപ്പോഴും നിങ്ങളുടെ പരിശുദ്ധമായ സ്നേഹം അത്തരം കാര്യങ്ങളിൽ അവർ പരിഗണന നൽകിയിരുന്നില്ല എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോയിരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ തീർച്ചയായും അർഹത ഇല്ലാതെ തന്നെ അവർ പല കാര്യങ്ങളും സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലൂടെയും അവർ ചതിച്ച് വഞ്ചിച്ച് പല രീതിയിലും സമ്പാദ്യങ്ങൾ കൂട്ടിയിട്ടുള്ളവരാണ്. എന്നാൽ അഹങ്കാരം അവരുടെ ജീവിതത്തിൽ ഈ ചതികൾ അവരുടെ ജീവിതത്തെ തകർക്കുന്ന സാഹചര്യമുണ്ട്. അത്രത്തോളം ദുർബലരായി നിങ്ങളെ കണക്കാക്കിയതായ സാഹചര്യമുണ്ട്. എന്നാൽ സ്നേഹത്തിന്റെയും നിങ്ങളുടെ നിഷ്കളങ്കതയും അവർ മുതലാക്കിയതായ സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയം അവർക്ക് തീർച്ചയായും വിധി എതിരാകുന്ന സാഹചര്യമാണ് ഉള്ളത്. അവർ എന്താണോ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത് അത് അവർ തന്നെ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. പല പ്രത്യാഘാതങ്ങളും പല രീതിയിലും അവർക്ക് തിരിച്ചടികളും കടന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് അനുഭവവേദ്യമാകുന്ന സാഹചര്യമുണ്ട്. പല രീതിയിലും അവരെ പലരും വേട്ടയാടുന്ന സാഹചര്യമുണ്ട്. പല ചിന്തകളും അവരെ വേട്ടയാടുകയും അവരുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ടതായ സാഹചര്യമുണ്ട്. നിങ്ങൾക്കെതിരെ അവർ പ്രയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതായ പല ചിന്തകളും പല കാര്യങ്ങളും അല്ലെങ്കിൽ മെനഞ്ഞെടുത്തിട്ടുള്ളതായ തന്ത്രങ്ങൾ പദ്ധതികൾ എല്ലാം തന്നെ അത് നിഷ്പ്രഭമായി പോയ സാഹചര്യമുണ്ട്. ഇതവരെ വല്ലാതെ വിറള് പിടിപ്പിക്കുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. അവർ നിങ്ങൾക്ക് ഇല്ലാത്തതായ അല്ലെങ്കിൽ അവരുടെ മനസ്സിലില്ലാത്തതായ വ്യാജമായ ആദരവും വിലയും നിങ്ങൾക്ക് നൽകി എങ്കിലും അവർ സത്യങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കിയത് എന്നതാണ് വാസ്തവം. സാമ്പത്തിക ഭദ്രതയും അത്തരം കാര്യങ്ങൾ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്നു. അല്ലെങ്കിൽ അവർ ചതിവിലൂടെ കെട്ടിപ്പൊക്കിയതായ ഈ കാര്യങ്ങൾ അവർക്ക് തന്നെ വിനയായി മാറും, നശിക്കും എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് കൂടുതലായും കടന്നു വരാം. യഥാർത്ഥ വേദന അവർ എന്താണ് എന്ന് അനുഭവിച്ചറിയുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. കർമ്മനീതി അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന ഒരു സമയമാണ്. ഈ സമയം നിങ്ങളുടെ കണ്ണിൽ നിന്നും ഒഴുകിയതായ കണ്ണീരിന് അവർക്ക് തീർച്ചയായും ഒരു തിരിച്ചടി ലഭിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും തീർച്ചയായും സത്യങ്ങൾ അവർ പല രീതിയിലും മറച്ചു പിടിക്കുവാൻ ശ്രമിച്ചു എന്നത് വാസ്തവമാണ്. ഇത് അവർക്ക് തന്നെ വിനയായ സാഹചര്യമുണ്ട്. തീർച്ചയായും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായ വേദന, വഞ്ചന, അപമാനം ഇതെല്ലാം അവർ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. അവർക്ക് തീർച്ചയായും പല കാര്യങ്ങളിലും
തെറ്റുകൾ സമ്മതിക്കേണ്ടതായി വരികയോ പല കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടേണ്ടതായി വരികയോ ചെയ്യാം. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അന്ധകാരത്തിൽ നിന്നും അവർക്ക് ഇനി മോചനം ലഭിക്കുക വളരെ പ്രയാസമാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം തീർച്ചയായും അവർ ശക്തമായ തിരിച്ചറിവുകൾ ലഭിക്കാം. ചില സത്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ അനിവാര്യമായതും അവർക്ക് വന്നു ചേരേണ്ടതുമായ കർമ്മഫലം അവരിലേക്ക് വന്നു ചേരും. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും ഈ വഞ്ചന നിങ്ങളെ കൂടുതൽ ബാധിക്കില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദോഷകരമായ ചില അധ്യായങ്ങൾ അവസാനിച്ചു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കും. നെഞ്ചോട് ചേർത്ത് പല കാര്യങ്ങളും സംരക്ഷിക്കുവാൻ സാധിക്കും. യഥാർത്ഥമായ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരം തന്നെയാണ് വന്നു ചേരുക. പല കാര്യങ്ങൾക്കും ഈ പ്രപഞ്ചം തന്നെ ഭഗവാൻ തന്നെ ഉത്തരം നൽകിയിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും രഹസ്യമായി വച്ചിരുന്നു എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇത് മാറ്റത്തിന്റെ സമയമാണ്. ഈ കാര്യങ്ങൾ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകും. ഭഗവാൻ നൽകുന്ന ആ പോസിറ്റീവായ ഊർജം സ്വീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.